ഗോകുൽ വി എസ് തുടരുന്നുണ്ട്. ഗോകുൽ, PV അൻവർ MLA-ക്ക് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയതിനു ശേഷം ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. ചില ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. പക്ഷേ അത് മാത്രമാണോ ഉണ്ടായത്? അതായത് വ്യാപാരികൾ പറയുന്നത് വ്യാപാരികളുമായി ബന്ധപ്പെട്ട ആളല്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചവർ അവരുമായി ബന്ധപ്പെട്ട ആളല്ല. PV അൻവർ വന്നപ്പോൾ സ്വാഭാവികമായി ആളുകൾ നിരവധി പേർ അദ്ദേഹത്തെ കാണാൻ തടിച്ചുകൂടിയിരുന്നു. അങ്ങനെ കൂടിയ ഒരാളാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രാദേശിക മാധ്യമപ്രവർത്തനവും കൂടി മർദ്ദനമേറ്റിരുന്നു. ആരാണ് മർദ്ദിച്ചതെന്ന് അറിയുന്നത്? ഒന്ന് നാസർ പറഞ്ഞ ഒരാള്, ഒരു ചോപ്പ് ഷർട്ട് ഇട്ടിട്ട് പാൻറ്റും മറ്റേ കള്ളി തുണി എടുത്തിരിക്കുന്നത്. ഒന്ന് മാണിക്കം, അതായത് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറെ കഴുത്തി പിടിച്ചപ്പോൾ ചോദിക്കാൻ പോയതാണ്. ആ ചോദിച്ച ശേഷം ആളെ എൻ്റെ കഴുത്തിൽ പിടിച്ചു, എന്നെ തള്ളും ചെയ്തു. അപ്പം തന്നെ നമ്മളെല്ലാ മാധ്യമപ്രവർത്തകരും വന്നു. അത് കഴിഞ്ഞ് പോലീസുകാരും വരും, വ്യാപാരികളും നമ്മളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പ്രശ്നം പരിഹരിച്ചിട്ട് ഈ നാസർ പറയുന്ന ഒരു വ്യക്തി എന്നെ വന്ന് വയറ്റത്തിന് ചവിട്ടുകയും തൊണ്ടിന്റെ മുഖത്തടിച്ച് ഞാൻ കണ്ടു. നിങ്ങളെ മുഖത്താണ് വ്യാപാരികളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള നിങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടവരാണ്? ഇല്ല, സംഘടനയായിട്ട് ബന്ധപ്പെട്ടല്ല. നിങ്ങളൊക്കെ വിളിച്ചത്, ഞാനിതിന്റെ ഭാരവാഹിയാണ്. വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഞങ്ങൾ ഗസ്റ്റായിട്ട് വിളിച്ചതാണ്. അങ്ങനെ ആരെങ്കിലും കാണിച്ചു ഞങ്ങളാരും നിങ്ങളോട് അപ്പോളജി ചെയ്യാൻ മാപ്പ് പറയാണ്. മാത്രമല്ല നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു പ്രശ്നം എന്നുള്ള രീതിയിലല്ല, നേരെ മറിച്ച് അവർ രണ്ടുപേരും ആരാണെന്നുള്ളത് അറിയോ? ആ രണ്ടുപേരാണ്. ഞങ്ങൾ നോക്കുന്നുണ്ട്. ഒന്നോ രണ്ടാളുള്ളൂ. കുറച്ച് വേറെ ഒരു നോർമൽ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനെതിരെ ഞങ്ങൾ സംഘടന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് കാരണം ചോദിക്കും. അത് തർക്കമല്ല. അലനല്ലൂർ ഞങ്ങൾ നിങ്ങളെ അതിഥികളായിട്ട് വിളിച്ചവരാണ്. നിങ്ങൾക്കുള്ള പരിഗണന സംരക്ഷണം തരാൻ വ്യാപാരി വ്യവസായ കമ്മീഷൻ അലനല്ലൂർ യൂണിറ്റ് ബാധ്യസ്ഥരാണ്. അതിൽ തർക്കമല്ല. ഇവരുമായിട്ട് ഇവർക്ക് ആരാണെന്നുള്ള കൃത്യമായിട്ടൊരു വ്യക്തത വന്നിട്ടില്ല. ഇതിൽ പലരും ഈ സെൽഫി എടുക്കാനും മറ്റും ഈ വഴി പോകുന്നവർ പലരും അൻവറിന്റെ അടുത്തേക്ക് വന്നിരുന്നു. അതിൽപ്പെട്ട രണ്ടുപേരാണ്. ആദ്യം ഒരു പ്രശ്നം നമ്മുടെ മാധ്യമപ്രവർത്തകന്റെ കഴുത്തിൽ കയറി പിടിച്ചു. ആ പ്രശ്നം പരിഹരിച്ചു, പോലീസ് ഇടപെട്ട് പരിഹരിച്ചതിന് ശേഷവും പിന്നീട് വന്നിവിടുത്തെ പ്രാദേശിക ലേഖകന്റെ വയറ്റത്തും മുഖത്തും ഇടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് നീങ്ങിയത്. അത് ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ സ്ഥലത്ത് നിന്ന് അല്പം നീങ്ങി അതിനുശേഷം തിരികെ വന്നാണ് നമ്മൾ നേരത്തെ കണ്ട പ്രാദേശിക ലേഖകന്റെ വയറ്റത്തിടിക്കുകയും പിന്നീട് മർദ്ദിക്കുകയും മുഖത്ത് മർദ്ദിക്കുകയും ചെയ്തത്. എന്തിനാണ് ഇത്തരത്തിലുള്ള മർദ്ദനം? കാരണം അയാളോട് നമ്മൾ ഒന്നും ചോദിക്കുന്നില്ല. അയാൾ ആരാണെന്ന് പോലും അറിയില്ല, നമുക്ക് അറിയുകയും വേണ്ട. അദ്ദേഹത്തോട് നമ്മളൊരു പ്രതികരണമോ ഒന്നും ചോദിക്കുന്നില്ല. നമ്മൾ ചോദിക്കുന്നത് PV അൻവറിനോടാണ്. അദ്ദേഹം പറയാൻ സന്നദ്ധനാണ്. അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം പോയി കഴിഞ്ഞ് അല്ലെങ്കിൽ പോകുന്നതിനിടയ്ക്ക് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമോ എന്ന് അയാൾ ഭയപ്പെടേണ്ടത് എന്തിനാണെന്ന് ഇതുവരെയും എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്തിനാണെന്നറിയില്ല. നമ്മുടെ ഒരു സഹപ്രവർത്തകന്റെ കഴുത്തിൽ കയറി പിടിച്ചു. അതിനുശേഷം ഈ പ്രശ്നമൊക്കെ പരിഹരിച്ചതിന് ശേഷം പ്രാദേശിക മാധ്യമ പ്രവർത്തനെ ക്രൂരമായി വയറ്റത്ത് ചവിട്ടുന്ന രീതിയിലേക്കൊക്കെ പോയി. എന്തിനാണ്? ഇപ്പോൾ വ്യാപാരികൾ തന്നെ ചിലർ പറയുന്നത് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മദ്യപിച്ച് ലെക്ക് കെട്ട് ആ രീതിയിൽ ബോധമില്ലാതെ ചെയ്തായിരിക്കാം. എന്തായാലും ഇതൊരിക്കലും നമ്മളേതായാലും പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാനാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പോകേണ്ടി വരും. കാരണം ഒരു ആവശ്യവുമില്ല, അനാവശ്യമായിട്ടാണ് മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അല്ല, സ്വാഭാവികമായും ഇത്രയധികം ചാനൽ ക്യാമറയൊക്കെ ഉള്ള ഒരു സ്ഥിതിക്ക് ഈ മർദ്ദിച്ച ആളുകളുടെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടാകില്ലേ ഗോകുൽ? അങ്ങനെ ആളുകളെ രണ്ടാളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ലേ നമുക്ക്? തീർച്ചയായും. അതായത് ചില പേരുകൾ ഊഹാപോഹം പോലെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു വ്യക്തത കുറവുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ദൃശ്യങ്ങൾ നമ്മൾ ഈ തിരക്കിനിടയിലും അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനിടയിൽപ്പെട്ട കാരണം ആ ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിക്കാൻ കൃത്യമായിട്ട് പറ്റിയിട്ടില്ല. ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇവിടെയുള്ള ആളുകളോട് തന്നെ കൂടുതൽ ചോദിക്കണം. അതിനുശേഷം മാത്രം ഇത് ആരാണെന്നുള്ളൊരു കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരിച്ചൊരു പേര് പറയാൻ കഴിയും. കാരണം അല്ലാത്ത പക്ഷം നമ്മൾ പറഞ്ഞ ആ പേരുകൾ വളരെ തിരക്കിനിടയിലായതുകൊണ്ട് തന്നെ അത് തെറ്റണ്ട അല്ലെങ്കിൽ അങ്ങനെ മാറണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ കേട്ടുകേൾവി പേരുകൾ പറയാത്ത. നേരെ മറിച്ച് ആ ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിച്ച് നമ്മൾ തീർച്ചയായിട്ടും അല്പസമയത്തിനുള്ളിൽ തന്നെ അവരുടെ പേരുകൾ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, എന്തായാലും നമുക്കറിയേണ്ട ഒരു കാര്യമുണ്ട്. PV അൻവർ MLA-യോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചാൽ ആർക്ക് എന്താണ് പ്രശ്നമെന്നാണ് അറിയേണ്ടത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ.